വോട്ടർമാരുടെ അവകാശം നിഷേധിക്കുന്നതായി നടപടി പിൻവലിച്ച് നീതി പാലിക്കണമെന്ന് മാഹി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. SIR-ന്റെ പേരിൽ മാഹിയിൽ താമസക്കാരാണെന്ന രേഖകൾ ഉണ്ടായിട്ടും സ്ഥിര താമസമില്ല എന്ന തെറ്റായ റിപ്പോർട്ടുകൾ ഉണ്ടാക്കി തള്ളിയ വോട്ടുകൾ ഉടൻ പുനഃസ്ഥാപിക്കണം. കേന്ദ്ര ഗവൺമെന്റ് നൽകിയ പാസ്പോർട്ട്, ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള രേഖകളും മാഹി ഭരണകൂടം നൽകിയിട്ടുള്ള മറ്റു രേഖകൾക്കും യാതൊരു വിലയും കൽപ്പിക്കാതെ ചില തൽപര കക്ഷികളുടെ താൽപര്യത്തിന് വഴങ്ങി BLO-മാരുടെ തെറ്റായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഡെപ്യൂട്ടി തഹസിൽദാർ തള്ളിയ വോട്ടുകൾ ഉടൻ കളക്ടർ ഇടപെട്ട് പുനഃസ്ഥാപിക്കണം. താൽക്കാലികമായി ജോലി സംബന്ധമായോ മറ്റു കാര്യങ്ങൾക്കോ മാറി താമസിക്കാമെന്ന നിയമമുണ്ടായിരിക്കെ ഏകപക്ഷീയമായി മാത്രം പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരുടെ വോട്ടുകൾ തള്ളിയ മാഹി അഡ്മിനിസ്ട്രേറ്ററുടെ നടപടി പ്രതിഷേധാർഹമാണ്. അതിന് ഒത്താശ ചെയ്ത അസിസ്റ്റന്റ് ഇലക്ടോറൽ രജിസ്ട്രേഷൻ ഓഫീസറെയും BLO-മാരെയും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യണമെന്നും പാർട്ടി ആവശ്യപ്പെട്ടു. വോട്ടുകൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി നൽകിയ അപ്പീലുകൾ കേൾക്കുന്നതിന് വീണ്ടും അതേ ഒത്താശ ചെയ്ത അസിസ്റ്റന്റ് ഇലക്ടോറൽ രജിസ്ട്രേഷൻ ഓഫീസറെയും BLO-മാരെയും ഏൽപ്പിച്ചത് പ്രതിഷേധാർഹമാണ്. നൽകിയ അപ്പീലുകൾക്ക് അനുകൂലമായ നടപടി ഉണ്ടാക്കണമെന്ന് മാഹി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ചീഫ് ഇലക്ടോറൽ ഓഫീസർ A. കൊളുത്തുങ്കം IAS-നോട് ആവശ്യപ്പെട്ടു. പക്ഷെ അതൊന്നും ഇവരെ സംബന്ധിച്ചോളം അതൊന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ പറയുന്നത് ഇവരിവിടെ താമസമില്ല എന്നാണ്. അപ്പം ഞങ്ങൾ ചോദിക്കുന്നത്, ഒരു വോട്ടർ ഇവിടെ താമസമില്ല എന്നാണെങ്കിൽ അയാൾ എവിടെയാണ് താമസിക്കുന്നത്? അവിടെ താമസിക്കുന്നതിന് എന്താണ് തെളിവുള്ളത്? അതൊക്കെ ഇവിടുത്തെ BLO-മാരുടെ ഉത്തരവാദിത്തമാണ്. ഒടുവിൽ ഞങ്ങൾ ചെയ്തു, ഈ BLO-മാരുടെ റിപ്പോർട്ടുകൾ നമുക്ക് കോപ്പി തരണം എന്ന് പറഞ്ഞ് നമ്മൾ അപേക്ഷ കൊടുത്തിട്ട് അത് വാങ്ങാൻ പോലും ഇവിടുത്തെ ARO തയ്യാറില്ല, ഡെപ്യൂട്ടി തഹസിൽദാർ തയ്യാറില്ല. അതൊന്നും ഞങ്ങൾക്ക് തരാൻ പറ്റില്ല, നിങ്ങൾ അപ്പീൽ കൊടുത്തതല്ലേ, അവിടെ അപ്പീൽ നോക്കിക്കോണം. അപ്പം ലാസ്റ്റ് മെനഞ്ഞാന്ന് ഇവിടുത്തെ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ ആരെയോട് സംസാരിച്ച് അദ്ദേഹം പറയുന്നത്, എനിക്കറിയില്ല, ഈ റിപ്പോർട്ട് നിങ്ങൾക്ക് തരാൻ പാടുള്ളൂ. ഞാൻ ചെറിയൊരു പബ്ലിക് ഡോക്യുമെൻ്റാണ്. കാരണം BLO എന്താണ് എഴുതി വെച്ചതെന്ന് അറിയാനുള്ള അധികാരം ഇവിടുത്തെ വോട്ടർമാർ, തള്ളപ്പെട്ട വോട്ടർമാർക്കുണ്ട്. അതുപോലും തരാൻ തയ്യാറാണ്. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത് കരുതി കൂട്ടിയിട്ട് ഒരു വിഭാഗത്തിൻ്റെ, പ്രത്യേകിച്ച് പറയാം ഓപ്പണായിട്ട് തന്നെ ഒരു മതവിഭാഗത്തിൻ്റെ വോട്ടുകൾ കരുതി കൂട്ടി കുത്താനുള്ള ഒരു നയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതിന് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് സാധ്യമല്ല. അപ്പോൾ ഇതിന് നമ്മൾ ഈ അഡ്വക്കേറ്റ് AP അശോകൻ, K. മോഹനൻ, K. ഹരീന്ദ്രൻ, സത്യൻ കേളോത്ത, VT ശംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു. K. മോഹനൻ, K. ഹരീന്ദ്രൻ, സത്യൻ കേളോത്ത, VT ശംസുദ്ദീൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു.